ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കേ ഒരു വട ഉണ്ടാക്കാം, ഉള്ളിവട. അതിന് ഞാൻ സവാള 2 കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയുണ്ട്, കറിവേപ്പിലയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്. നമുക്ക് കുറച്ച് പൊടി എടുത്ത് കുഴച്ചെടുക്കാം കേട്ടോ. കടലമാവാണ് അതിന് എടുക്കേണ്ടത് കേട്ടോ. രണ്ട് കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി എടുക്കാം. കുറച്ച് മൈദ എടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് കായപ്പൊടി ഇടാം. ഇനി മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഒരെണ്ണം ചേർക്കുന്നുണ്ടല്ലോ, അപ്പം മുളക് പൊടി അത് മതി. ഇനി വേണ്ട കുരുമുളകാണ്. കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ. ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം കേട്ടോ. ഇനി ഇതിലേക്ക് സവാള കൊത്തി അരിഞ്ഞത്, 1 പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇഞ്ചിയുണ്ട് 1 കഷ്ണം. ഇതെല്ലാം കൂടി ഇട്ട് കുഴച്ചെടുക്കാം നമുക്ക്. മല്ലിച്ചപ്പ്, കറിവേപ്പില, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറേശ്ശെ നനച്ച് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് കുഴച്ചെടുത്തോട്ടെ. കൈ കുഴ നല്ല ഇതായിട്ട് കുഴച്ചെടുക്കുക. അതിനെല്ലാം മാവും പിടിച്ച് ഉപ്പും എല്ലാം പിടിച്ച് ഒക്കെ ശരിയാകുമ്പോഴേക്ക് നമ്മുടെ വടയ്ക്കുള്ള ഉള്ളിവടയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിതൊന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ. ഒന്ന് കുഴച്ചെടുക്കട്ടെ. ഇപ്പം ഇത് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ. നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അപ്പോഴേക്കും അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്ത് പോരാം കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പോഴേക്കും ചൂടാകുമ്പോഴേക്കും നമുക്കൊന്ന് ഇതൊന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സൺറിച്ചിൻ്റെ ഓയിലാണ്. എണ്ണ ചൂടായിക്കോട്ടെ.
ഒത്തിരി നാളായി ഉള്ളിവട ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്നൊന്ന് ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇത്തിരി കടലമാവൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കുവാണ്. കഴിഞ്ഞ ആഴ്ച ഇട്ടില്ല, സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം കേട്ടോ, എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ. ചെറിയ ഉള്ളിവടയാണ് കേട്ടോ, വലുതല്ല. ഇതാകുമ്പോൾ കഴിക്കാൻ നമുക്ക് എളുപ്പമാണ്. കുറേശ്ശെ ഇങ്ങനെ പിച്ചി പിച്ചി ഇട്ട് കൊടുക്കാം. ഇതായിക്കോട്ടെ. ഇളക്കി കൊടുക്കാം കേട്ടോ. മുരിഞ്ഞ് വന്നിട്ട് നമുക്ക് കോരിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഞാൻ ഉള്ളിവട കഴിക്കാനായിട്ട് മല്ലിയിലയും കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റായിട്ട് തോന്നും, ഇഷ്ടമാവും എല്ലാവർക്കും. മൂത്ത് വരട്ടെ കേട്ടോ. ഒന്ന് ചുമക്കുന്ന കളറ് വേണം, എന്നാലേ അതിന് ടേസ്റ്റ് വരുള്ളൂ. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ കരകയറ്റി വിടണം. എന്നെ ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കാല് പിടിച്ച് പറയുകയാണ്, എനിക്ക് സബ്സ്ക്രൈബ് തരണം കേട്ടോ. ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, എന്നാലും എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം. അതിനുള്ള സൗകര്യങ്ങളേ ഉള്ളൂ എൻ്റെ വീട്ടിൽ. എനിക്ക് വേറെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല, അതുകൊണ്ടാണ്. ഇത് ചില തെറ്റുകളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ലോണം ചുമക്കണം, ചുമന്നാലേ ഇത് റെഡിയായെന്ന് അറിയാൻ പറ്റുള്ളൂ. ചുമന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കോരിയെടുക്കാം. കുറച്ചും കൂടി മൊരിയാനുണ്ട്, മൊരിഞ്ഞോട്ടെ കേട്ടോ. നമുക്ക് കോരിയെടുക്കാം. അടുത്ത ട്രിപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ.
നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അടുത്തത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ട്രിപ്പ് ഇടാൻ നോക്കാം. അടുത്ത ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അത് മൊരിഞ്ഞോട്ടെ കേട്ടോ. ഏതാണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റൗ ഓഫാക്കാം കേട്ടോ. ഇതൊന്ന് മാറ്റി വെക്കട്ടെ. എണ്ണച്ചട്ടി ഒന്ന് മാറ്റിക്കോട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ ഉള്ളിവട ഉണ്ടല്ലോ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈ മല്ലിയിലയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ മണമൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് കടലമാവും മൈദമാവും ഇത്തിരി റവയും കൂടി ചേർത്താൽ മതി. അടിപൊളി ഉള്ളിവട ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.